ലൈനിങ് ചുരിദാറാണ്. അപ്പം ഇത് ഇവിടെ ഫ്രണ്ടിൽ കഴുത്തിൽ ഡിസൈൻ വരുന്നതാണ്. ഇതിനകത്ത് തന്നെ അറ്റാച്ച് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇത്രയും ലെങ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ, നെക്കിൻ്റെ ലെങ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നാലായിട്ട് ഇങ്ങനെ മടക്കി ഇട്ടു. അപ്പോൾ ഇവിടെ ഡിസൈൻ വന്നതുകൊണ്ട് ഇങ്ങനെ വെച്ചാണ് നാലായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഇനി ലൈനിങ് പീസ് എടുത്തിടാം. അപ്പം മെയിൻ പീസ് ഇങ്ങനെ ഇട്ടു. പിന്നീട് അതിന് ശേഷം അതിൻ്റെ മുകളിൽ ലൈനിങ് പീസ് 4 മടക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഇതുപോലെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് നമുക്ക് വേണ്ടത് 41 വേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ചും കൂടെ സീം അലവൻസ് കൊടുക്കണം, അതായത് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പം 42.5 നമുക്ക് ലെങ്ത് വേണ്ടത്. അപ്പം ഇവിടുത്തെ 1 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ട് ഇവിടെ 1/2 ഇഞ്ചുമാണ് പോകുന്നത്. അപ്പോൾ 42.5 നമ്മളിവിടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല, കാരണം അവിടെ ഡിസൈൻ ആയതുകൊണ്ടാണ് മാർക്ക് ചെയ്യാതിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇവിടുന്ന് 1/2 ഇഞ്ച് നമ്മളിവിടെ തയ്യൽ തുമ്പ് പോകും. അപ്പോൾ അവിടെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇത് 36 ആണ് ഈ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ചെസ്റ്റിൻ്റെ അളവ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇനി അളവുകൾ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ തയ്യൽ തുമ്പിന് വേണ്ടി, മുകളിൽ തയ്യൽ തുമ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം, നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. 2.25 ഇവിടെ നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഷോൾഡർ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 2.25 നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു, 4 ഇഞ്ച് ഷോൾഡറും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ അനുസരിച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ചെയ്യുമ്പോൾ 4 ഇഞ്ചാണ് നമുക്കിവിടെ വരുന്ന ഡിസൈൻ. അപ്പോൾ ഇവിടെ 2.25 കൊടുത്തതുകൊണ്ട് നമുക്കിവിടെ 3 മാർക്ക് ചെയ്യാം. ഇവിടുത്തെ വിഡ്ത്ത് 3 മാർക്ക് ചെയ്യാം. ഇനി റൗണ്ട് നമുക്ക് ഇതിൻ്റെ പകുതിയിൽ നിന്ന് റൗണ്ടിൽ ഇങ്ങനെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇനി 6 ഇഞ്ച് ആം ഹോള് മാർക്ക് ചെയ്യാം. ഇവിടെ 6 ഇഞ്ച് തന്നെ കിട്ടുന്നു നോക്കാം. നമ്മുടെ 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് ആം ഹോള് 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പകുതിയിൽ നിന്ന് നമ്മുടെ ഷേപ്പ് ഇനി അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 36ൻ്റെ 4/1 വരുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടും. 1/2 ഇഞ്ച് കൂട്ടുന്നതാണ് ഇവിടുത്തെ ഷേപ്പ് വരുന്നത്. 9.5 വരും. അന്നേരം 9.5 വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ആം ഹോൾ റൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 16 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങനെ കർവ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 9.5 വന്ന ആ സ്ഥലത്ത് തന്നെ നമുക്ക് ഈ ആം ഹോൾ കർവ് വരണം. അതായത് ആം ഹോളിൻ്റെ നമ്മൾ റൗണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ തയ്യൽ തുമ്പ് കഴിഞ്ഞതിന് ശേഷം 8 ഇഞ്ചാണ് വരേണ്ടത്. അതായത് 16ൻ്റെ പകുതി നമ്മൾ റൗണ്ട് ഇങ്ങനെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ പകുതിയാണ് വരേണ്ടത്. അപ്പം പകുതി വരുമ്പോൾ 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 8 ഇഞ്ച് നമ്മൾ ഇവിടെ 9.5 വന്ന ഭാഗത്ത് തന്നെ നമ്മളിങ്ങനെ തയ്യൽ തുമ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആ ബോഡിയുടെ അവിടെ ആ ഷേപ്പിൻ്റെ അവിടെ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് വരുമ്പോൾ 6 ഇഞ്ച് ലെങ്ത് എടുത്തപ്പോൾ ആം ഹോളിൻ്റെ ലെങ്ത് എടുത്തപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആ ലെങ്തിൽ തന്നെ ഇങ്ങനെ വന്നു. അപ്പം നമ്മുടെ ആം ഹോൾ കർവ് നമ്മൾ വരച്ചു കഴിഞ്ഞു.
അതായത് നമ്മുടെ ചെസ്റ്റ് 9.5 വന്നിരിക്കുന്നത്. ആ 9.5യുടെ ഭാഗത്ത് ആം ഹോൾ കർവ് നമ്മൾ 8 ഇഞ്ചിൽ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മുടെ ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കഴിഞ്ഞതിന് ശേഷം 13.5 നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് വരുന്നത്, അതായത് വേസ്റ്റിൻ്റെ ലെങ്ത് വരുന്നത്. അതായത് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് വേസ്റ്റിൻ്റെ അളവ് 13.5 വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഹിപ്പിൻ്റെ ലെങ്ത് 21 വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കിട്ടി. അതായത് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റ്, അതായത് ഷേപ്പിൻ്റെ അളവാണ് ഇത് ഹിപ്പിൻ്റെ അളവ് അതാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്ലിറ്റിൻ്റെ ആ വെട്ടിൻ്റെ ആ ഭാഗത്തുള്ള അളവാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് രണ്ടും കിട്ടി. ഇനി വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത്, വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 8. അതായത് 32ൻ്റെ 4/1 വരുന്നത് 8 വരുന്നത്. അപ്പോൾ 8ൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂടി കൂട്ടി 8.5 ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ 8.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. അതായത് വേസ്റ്റിൻ്റെ 4/1 കൂടെ 1/2 കൂടി പ്ലസ് ചെയ്യണം. അതായത് 8ൻ്റെ കൂടെ അപ്പോൾ 8.5 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഹിപ്പിൻ്റെ റൗണ്ടാണ് ഇനി വേണ്ടത്. ഹിപ്പിൻ്റെ റൗണ്ട് വരുന്നത് 41 വരുന്നത്. അതിൻ്റെ 4/1 10.25 വരുന്നത്. 10.25ൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂടി കൂട്ടണം. അപ്പം 10.25 ഇവിടെ മാർക്ക് ചെയ്യേണ്ട അളവ്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ ചെസ്റ്റിനായാലും വേസ്റ്റിനായാലും ഹിപ്പിനായാലും നമ്മൾ ചെസ്റ്റിനായാലും വേസ്റ്റിനായാലും ഹിപ്പിനായാലും നമ്മൾ എടുത്ത അളവിൽ നിന്ന്, ഒരു ബോഡിയിൽ നിന്ന് എടുത്ത അളവിൽ നിന്ന് 4/1 കൂട്ടി എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ 1/2 ഇഞ്ചാണ് ഇവിടെ പ്ലസ് ചെയ്തിരിക്കുന്നത്. 3 എടുത്തും നമ്മൾ 1/2 ഇഞ്ച് വീതമാണ് പ്ലസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സീം അലവൻസ് കൊടുക്കണം. അപ്പം ചെസ്റ്റിനും വേസ്റ്റിനും നമ്മൾ 2 ഇഞ്ച് വീതം കൊടുക്കും. ചെസ്റ്റിനും വേസ്റ്റിനും 2 ഇഞ്ച് വീതം സീം അലവൻസ് കൊടുത്തു. പിന്നീട് ഇവിടെ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടുത്തെ എത്ര ആണ് അളവ് വന്നേ ആ അളവിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടുന്നതാണ് നമ്മൾ താഴെ ഇവിടുത്തെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ മാർക്ക് ചെയ്യുന്നത്, അതായത് നമുക്ക് ഇവിടെ ഹിപ്പിന് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്, അതായത് തയ്യൽ തുമ്പും കൂടെ കൂട്ടി കിട്ടിയിരിക്കുന്ന അളവിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടണം. 1 ഇഞ്ച് കൂട്ടിയതിന് ശേഷം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ 11.25 വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി 12.25 നമ്മളിവിടെ മാർക്ക് ചെയ്യും. അപ്പം ഇത് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യാം. പിന്നീട് 1 ഇഞ്ച് അകത്തോട്ട് അപ്പം ഇത്രയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അളവുകൾ. അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ടിൻ്റെ ലെങ്ത് നമുക്ക് കുറവായതിനാൽ നമ്മൾ ബാക്കിൻ്റെ ലെങ്ത് കൂട്ടണം. അതായത് ഒരു 5 എങ്കിലും നമുക്ക് കൊടുത്തിരിക്കണം. നമുക്കിത് കട്ട് ചെയ്യാം. അപ്പം സ്ലീവാണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം മെയിൻ പീസ് 4 മടക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങും 4 മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഫോൾഡ് വന്നിരിക്കുന്ന ഭാഗമാണ്. ഇവിടെ കട്ടിങ് ഇതാണ് പീസാണ്. അപ്പം ഇനി നമുക്ക് ലെങ്ത് എടുക്കാം. ലെങ്ത് 13 വരുന്നത്. അതിൻ്റെ കൂടെ 1.5 നമ്മൾ ആഡ് ചെയ്ത്, അതായത് സീം അലവൻസ് ആഡ് ചെയ്ത് 14.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ടിടത്തും 14.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ വിഡ്ത്ത് മാർക്ക് ചെയ്യും. വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റിൻ്റെ അളവിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുന്നതാണ് ഇവിടുത്തെ വിഡ്ത്ത്. അതായത് ഇവിടെ ആം ഹോളാണ് വരുന്നത്. ഈ ആം ഹോളിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റിൻ്റെ അളവിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി നമ്മൾ പ്ലസ് ചെയ്യണം.
അപ്പം ചെസ്റ്റിൻ്റെ അളവ് 36ൻ്റെ ചെസ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 9 ആയിരുന്നല്ലോ. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കണം. അപ്പോൾ 9.5 മാർക്ക് ചെയ്യണം. പിന്നീട് നമുക്ക് ഇവിടുന്ന് 1.5 മാർക്ക് ചെയ്യേണ്ടത്. 1.5 ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ 1.5 മാർക്ക് ചെയ്തു. പിന്നീട് ഇവിടെ നിന്ന് താഴോട്ട് 3.5 മാർക്ക് ചെയ്തു. അപ്പം ഇവിടെ നിന്ന് 1.5 ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. പിന്നീട് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുന്ന 9.5-ൽ നിന്ന് താഴോട്ട് 3.5 മാർക്ക് ചെയ്തു. പിന്നീട് നമ്മൾ ഇവിടെ റൗണ്ട് എന്ന് പറയുന്നത് 5.5 വരുന്നത്. അതായത് 11 ഇഞ്ചിൻ്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. അപ്പം 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ദാ ഇതുപോലെ ഇവിടെ നിന്ന്, അതായത് ഇതിൻ്റെ സെൻട്രൽ നിന്ന് 1 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ സീം അലവൻസ് കൂടെ കൊടുക്കുക. കഴിഞ്ഞതിന് ശേഷം ഇത് തമ്മിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് സ്ലീവിൻ്റെ കട്ടിങ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ്. അപ്പം ഇതുപോലെയാണ് ഒരു ടോപ്പ് കട്ട് ചെയ്യുന്നത്. നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും.